ഹരിപ്പാട് നിന്ന്, കാരണം ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഇനി ആലപ്പുഴയിലേക്ക് പോകേണ്ടതാണ്. ഹരിപ്പാട് നിന്ന് ആൽവിൻ കൂടി ചേരുന്നുണ്ട്. ആൽവിൻ, ആലപ്പുഴ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജന്മനാട് എന്നത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയിൽ ഒരുപാട് കാലം അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു മണ്ണ് കൂടിയാണ്. ഒരുപക്ഷെ ഇന്നത്തെ വി എസ് അച്യുതാനന്ദനെ വളർത്തിയെടുത്ത ഒരു മണ്ണ് കൂടിയാണ് ആലപ്പുഴ. എന്തായാലും ഹരിപ്പാട്ടെ ആളുകൾ ഇപ്പോഴും എത്രത്തോളം ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്? രുചിഷ നിതാന്ത സമരനായകൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഏറ്റുവാങ്ങാനായി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഹരിപ്പാട് മേഖലയിലെ ആളുകളുണ്ട്. CPM പ്രവർത്തകരുണ്ട്, LDFിൻ്റെ പ്രവർത്തകരുണ്ട്, വി എസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വി എസിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നായകത്വമൊക്കെ കണ്ട് വളർന്നവരുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് അണിചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹരിപ്പാട് ഇപ്പോൾ നമുക്ക് ഒപ്പമുള്ളത് ദേവകുമാർ, അദ്ദേഹത്തിന് പഴയ MLA കൂടിയാണ്, ഹരിപ്പാട് മുൻ MLA കൂടി. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ വി എസിന് വിട നൽകുന്നതിന്, അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭൗതിക ശരീരം കൊല്ലം കടന്നു. ഇപ്പോഴും ആലപ്പുഴയുടെ പലയിടങ്ങളിലും വലിയ ജനസമൂഹമുണ്ട്. ഇപ്പോഴും എങ്ങനെ ഓർത്തെടുക്കുന്നു? വി എസിനെ കാത്ത് കേരളം ഒന്നാകെ ജയിക്കുകയാണ്. കടന്നു വരുന്ന പാതകളിലെല്ലാം കാണുന്ന ഈ ജനക്കൂട്ടം വി എസിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. വി എസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്. തൊഴിലാളി വർഗ താല്പര്യത്തിന് എതിരായി വന്നിരുന്ന ഒന്നിനോടും വി എസ് കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. വി എസ് അൺകോംപ്രമൈസിങ് ആയിരുന്നു. തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താൻ നടത്തിയ പ്രവർത്തനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും പ്രതിഫലനമാണ് ഈ തെരുവിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഒരു നൂറ്റാണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം താൻ അനുഭവിച്ച ബാല്യകാലത്തെ തിക്താനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ടാണ് വി എസ് തൻ്റെ കർമ്മപഥത്തിൽ എന്നും നിന്നിരുന്നത്. ഒരു തർക്കവുമില്ലാതെ തൊഴിലാളിയെ സംഘടിപ്പിക്കുന്നതിനും അവൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാനും ശ്രമിച്ചു. പകലന്തിയോളം പാടത്ത് പണിയെടുത്തിരുന്ന ഇരുകാലി മൃഗങ്ങളെക്കാൾ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന കർഷക തൊഴിലാളിയെ വേലയ്ക്കും കൂലിക്കും വ്യവസ്ഥയുണ്ടാക്കാനും പണത്തിനും തീർപ്പിനും വ്യക്തതയുണ്ടാക്കാനും ഉൾപ്പെടെയുള്ള അവകാശ സമരങ്ങൾ രൂപം കൊടുത്തത് വി എസ് ആയിരുന്നു. അതുതന്നെയായിരുന്നു കയർ ഫാക്ടറി തൊഴിലാളിയെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാ വിഭാഗം ആളുകളുടെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. നീതി നിഷേധം എവിടെയുണ്ടായിരുന്നു അവിടെ വി എസ് എന്ന പോരാളിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കേരളത്തിൽ. വി എസ് പിന്നിട്ട കാലഘട്ടം ആ പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. നാളത്തെ തലമുറയ്ക്ക് പാഠമാക്കാൻ കഴിയുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കളരിയാണ് സഖാവിൻ്റെ ജീവിതം. വി എസ് കാട്ടിത്തന്ന മാതൃക ഈ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെയും വിശിഷ്യ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും പോരാട്ട ചരിത്രത്തിൽ ഒരു നിറഞ്ഞ ഏടാണ്. കൃത്യമായും ഞാൻ ആവർത്തിച്ച് പറയുന്നു, തൊഴിലാളി വർഗ താല്പര്യത്തിന് എതിരായി വന്ന ഒന്നിനോടും വി എസ് കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. ആ അൺകോംപ്രമൈസിംഗ് ആണ് വി എസ് എന്ന വ്യക്തിത്വത്തെ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി നിർത്തുന്നത്. നവോത്ഥാന കാലഘട്ടം മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ നീതി നിഷേധങ്ങളുടെയും മുന്നിൽ വി എസ് എന്ന മഹാനായ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ സാന്നിധ്യമാണ് ഈ നവകേരളത്തിൻ്റെ സൃഷ്ടിയിലേക്ക് ഇന്ന് എത്തിച്ച സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്താൻ ഇടയാക്കിയത്. അതിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടാണ് ഈ ജനസഞ്ചയം ഈ തെരുവിയിലേക്ക് ഈ പെരുമഴയത്തും പാതിരാത്രിയിലും ഓടിയെത്തുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. 2001 താങ്കൾ ഹരിപ്പാടിലേക്ക് മത്സരിക്കുന്ന കാലഘട്ടം. അതെ, ജയിക്കുന്നു. അന്ന് വി എസിൻ്റെ നമുക്കറിയാം. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? വി എസിൻ്റെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു? വി എസ് ആയിരുന്നു ഞങ്ങളെയൊക്കെ നയിച്ചിരുന്നത്. വി എസ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് മാർഗദർശിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കൃത്യമായും അന്വേഷിക്കുമായിരുന്നു ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും, പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ, പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായി ഇടപെടുന്നതിൽ വി എസ് കാണിച്ചിരുന്ന ജാഗ്രതയാണ് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപം കൊള്ളുന്നതിന് ഏറ്റവും കൂടുതൽ MLA-മാരെ സംഭാവനയായ ജില്ലയായും അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായും വി എസ് അന്ന് പ്രശോഭിച്ചത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, ഇടുക്കിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരനായി പാർട്ടി കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയത്. ആ ഉപതെരഞ്ഞെടുപ്പിലും വിജയം കൊയ്തെടുത്തു. ഏറ്റവും അവസാനം ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതിൽ വി എസിൻ്റെ മാർഗനിർദ്ദേശം, വി എസിൻ്റെ പങ്ക് വളരെ പ്രധാനമായിരുന്നു. ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി എന്ന തരത്തിൽ എൻ്റെ അനുഭവങ്ങൾ വി എസിൻ്റെ സംഭാവന സ്ഥാനാർത്ഥിയാക്കുന്നതിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിലും വി എസ്
നൽകിയ സംഭാവന, പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഹരിശ്രീ അറിയാത്ത എന്നെപ്പോലുള്ളവരെ അസംബ്ലി പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ, ഇടപെടാൻ, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തരാക്കിയതിൽ VS-ൻ്റെ പങ്ക് അവിസ്മരണീയമാണ്. VS ചെറുപ്പക്കാരായ പാർലമെൻറ്റ് മെമ്പർമാരെ എത്ര കൃത്യമായിട്ടാണ് അവിടെ പരിശീലിപ്പിച്ചിരുന്നത്. ഓരോ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും കൃത്യമായ നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് VS ഞങ്ങളെയൊക്കെ നയിച്ചത്. അതിനുശേഷം വന്ന കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നപ്പോൾ VS ഏറ്റെടുത്ത എല്ലാ മുദ്രാവാക്യങ്ങളുടെയും പിന്നിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ ജനപ്രതിനിധികളെ അണിനിരത്താൻ VS പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൽ ഉയർന്നു വന്ന പുത്തൻ നേതൃത്വം, പുതിയ തലമുറ, അതിൻ്റെ പിന്നിൽ VS എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ സമീപനവും വിട്ടുവീഴ്ചയോടുകൂടി അവരെ വളർത്തിയെടുക്കാനുള്ള കാഴ്ചപ്പാടും VS-ൽ നിക്ഷിപ്തമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കളെപ്പോലുള്ള യുവ നേതാവിനെ അന്ന് വളർത്തിയെടുക്കുമ്പോൾ VS കണ്ടിരുന്നു ഇങ്ങനെ ഇത്തരമൊരു നിലയിലേക്ക് എത്താൻ കഴിയുമെന്നതൊക്കെയും അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പോലും, അല്ലെങ്കിൽ പാർട്ടിയോട് ഇത്തരം പേരുകൾ മുന്നോട്ട് പോലും വയ്ക്കുന്നത്. അന്നത്തെ ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? താങ്കൾ ആദ്യം പാർലമെൻ്ററി രംഗത്തിലേക്ക് വരുന്നു, ആ സമയത്തെ ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? ഞാൻ ആദ്യമായി ഒരു പൊതുസ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന 1999-ലാണ്. എത്ര വർഷമായെന്ന് ഓർക്കണം. ഒരു ദിവസം ഞാൻ പാർട്ടി അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി ഓഫീസിൽ VS വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നു, താൻ കയർഫെഡിൻ്റെ ചുമതലക്കാരനായി, അതിൻ്റെ ചെയർമാനായി ചുമതലയേറ്റെടുത്ത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ MLA ആയത്. ആ കാര്യത്തിലൊക്കെ VS-ൻ്റെ ഒരു നിർണായകമായ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. കയർഫെഡിൻ്റെ ചുമതലക്കാരനെ ഏൽപ്പിക്കുകയും പിന്നെ അരുണായിരുന്നു എൻ്റെ MD ആയിരുന്നത്. VS-ൻ്റെ മകൻ അരുണായിരുന്നു MD ആയിരുന്നത്. ആ പ്രസ്ഥാനത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പരിശ്രമിച്ചു. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഹരിപ്പാട്ട് നിന്നും മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയായി VS എന്ന രാഷ്ട്രീയ നേതൃത്വം എന്നെ കണ്ടെത്തിയത്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് എന്തെങ്കിലും പാർലമെൻ്ററി രംഗത്തോ സംഘടനാ രംഗത്തോ പൊതുരംഗത്തോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടെത്തി എൻ്റെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ തെറ്റുകുറ്റങ്ങൾ ബോധ്യപ്പെടുത്തി എന്നെപ്പോലുള്ളൊരു പുതിയ തലമുറ ആലപ്പുഴയിൽ ഉയർന്നു വന്നത്. അങ്ങനെയാണ്. അതിൽ VS-ൻ്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. അതിലേറ്റവും ഒന്നാമത്തെ പങ്ക് ആലപ്പുഴ ജില്ലയിലെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം VS-ൻ്റെയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് ആലപ്പുഴ. അതാണ് ആലപ്പുഴ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം. ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലാണ് ആലപ്പുഴയിലെ തൊഴിലാളികൾ അണിനിരുന്നത്. മത്സ്യത്തൊഴിലാളിയും കർഷക തൊഴിലാളിയും കയർ തൊഴിലാളിയും ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗങ്ങളെയും അണിനിരത്താൻ VS കാണിച്ചൊരു താല്പര്യം എന്നും VS ഒരു പക്ഷത്തായിരുന്നു. അത് തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷത്തായിരുന്നു. വളരെ വ്യക്തമാണ്. TK ദേവകുമാർ, മുൻ ഹരിപ്പാട് MLA കൂടിയാണ് അദ്ദേഹം പറയുന്നത് VS-ൻ്റെ ആ തെരഞ്ഞെടുപ്പ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമുക്ക് കാണാവുന്നത് പോലെ ഇപ്പോൾ ഹരിപ്പാടുള്ള CPM-ൻ്റെയും അതോടൊപ്പം തന്നെ LDF-ൻ്റെയും VS-നെ കാണാനുള്ള ആളുകളുമൊക്കെ ഇവിടെ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നു. നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതിശക്തമായ മഴ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ രാത്രി സമയവും ഇവിടെ എത്തിച്ചേരുകയാണ്. CPM-ൻ്റെ ഹരിപ്പാട് നേതാക്കളൊക്കെയും ഇവിടെയുണ്ട്. എങ്ങനെ ഓർക്കുന്നു VS-ൻ്റെ ആ കാലഘട്ടത്തെയും പിന്നീടുണ്ടായിരുന്ന താങ്കളുടെ അനുഭവങ്ങളൊക്കെ? VS ഒരു ജനങ്ങളെ കയ്യിലെടുത്ത നേതാവായിരുന്നു. എന്നും നീതി നിഷേധങ്ങൾക്കെതിരെ പൊരുതിയ നേതാവായിരുന്നു VS. എവിടെ തെറ്റ് കണ്ടാലും ആ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു നേതൃത്വം, അതാണ് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ഇത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ പര്യാപ്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ 6-7 വർഷക്കാലം VS ഒരു പൊതുരംഗത്ത് സജീവമല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അവസാന നിമിഷത്തിൽ ഈ കേരളം നൽകുന്ന യാത്രയയപ്പെന്ന് പറയുന്നത്, അത് അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥതയും അദ്ദേഹത്തോടുള്ള അതിരറ്റ സ്നേഹവും, കണ്ണേ കരളെ VS എന്ന് പറയുന്നത് പോലെ തന്നെ കണ്ണും കരളുമെല്ലാം VS ആണ്. കേരളത്തിൻ്റെ കണ്ണായിരുന്നു VS, കേരളത്തിൻ്റെ കരളായിരുന്നു VS എന്നുള്ളതാണ് ജനങ്ങളിൽ ഇതിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്നത്. അതാണ്. പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രായമായവരുണ്ട്. അവരെല്ലാവരും VS-നെ ഒരു നോക്ക് കാണുന്നതിന് ഞങ്ങൾ വടക്കഞ്ചേരി പാലക്കാട് ജില്ലയിൽ നിന്ന് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ ഇവിടെ എത്താൻ കാര്യം എന്താ? ഇവിടെ ഹരിപ്പാടേക്ക് എത്താൻ കാര്യം എന്താ? അത് VS-നെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. പാലക്കാട് നിന്ന് എത്തിയാണ്? അതെ, പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് എത്തിയവരാണ്.
അവർ വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ അതെ 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 വി എസിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. വി എസ് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലാണ്, മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായത്. അയാളെ കാണാൻ വേണ്ടി, സഖാവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. വളരെ നേരത്തെ വന്നതാണ്. എത്ര വൈകിയാലും കണ്ടിട്ടേ പോവുള്ളതുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മലമ്പുഴ മണ്ഡലത്തിലെ ആളുകളും അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമൊക്കെയാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് കാണാവുന്ന പോലെ നിരവധിയായ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പലയിടങ്ങളിലായി എത്തിച്ചേരുന്നു. ആലപ്പുഴ മണ്ണിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. വി എസ് കടന്നു വരുമ്പോൾ വി എസിനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്ക് ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഏരിയ സെക്രട്ടറി, ഹരിപ്പാട് ഏരിയ സെക്രട്ടറി കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെ സ്മരിക്കുന്നു അദ്ദേഹത്തെ? ബി എസിനെ കൊച്ചിലെ തൊട്ട് തന്നെ പറഞ്ഞറിയാം. കർഷക തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവന് ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ മുന്നണി പോരാളിയായിരുന്നു. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാണ്. ആ രീതിയിൽ വീടുകളിൽ അന്ന് തന്നെ ഞങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. പിന്നീട് വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും ബാലസംഘ പ്രവർത്തനത്തിലൂടെ എല്ലാം വരുമ്പോൾ ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലാതെ വളരെ കണിശക്കാരനായി എല്ലാ കാര്യത്തിലും തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിച്ച നേതാവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാവപ്പെട്ടവൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുകയും അത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും സ്ത്രീകളുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും എല്ലാം പ്രശ്നങ്ങളിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപന്തി വന്ന നേതാവാണ്. അങ്ങനെ വി എസിനെ സ്മരിക്കുകയാണ്. വി എസ് ആണ് ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല ആദർശം കൊണ്ട് ഉയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ട നേതാവാണ് വി എസ്. അതാണ് അവരുടെയൊക്കെയും സ്മരണകൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പറയുകയാണ്, ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമരനായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് ഇവരെ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ഈ ഹരിപ്പാട് ഉള്ളത്. സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ സമരങ്ങളോട് ഏതെങ്കിലും തരത്തിൽ സമരസപ്പെടാത്ത ഒരു നേതാവ് എന്ന നിലയിലാണ് വി എസിനെ എല്ലാവരും സ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്മരണകളൊക്കെയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അവരെ എല്ലാവരും ഇവിടെ ഒത്തുകൂടുക, വി എസിനെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നല്ല മഴയുണ്ട്. ഈ അല്പം മുമ്പാണ് മഴ തുടങ്ങിയത്. ഈ ഹരിപ്പാട് മേഖലയിലേക്ക് അല്പം മുമ്പ് വരെ നല്ല തെളിച്ചമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും പലയിടങ്ങളിലും ഹരിപ്പാട് തൊട്ട് അമ്പലപ്പുഴ വരെയുള്ള മിക്കവാറും ഇടങ്ങളിലുമൊക്കെയും അതിന് തൊട്ട് മുമ്പ് നങ്ങ്യാർകുളങ്ങര മുതൽ കൊല്ലം കടന്നു വരുന്ന ഓച്ചിറ മുതലുള്ള സ്ഥലങ്ങളിലൊക്കെയും വലിയ ജനസഞ്ചയം പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ട്. വരുന്ന മണിക്കൂറുകളിലൊക്കെയും ആളുകൾ കൂടുതലായി കടന്നു വരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് സമയം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യസമയത്ത് അവർക്ക് ഇവിടേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും വി എസിനെ ഒരു നോക്ക് കാണാൻ ജനസഞ്ചയം ഈ വഴികളിലൂടെയൊക്കെയും ഒഴുകുകയാണ്. ആ സമരനായകനെ ഒരു നോക്ക് കാണാനായിട്ട് അവരെത്തിച്ചേരുകയാണ്. അവർ പറഞ്ഞറിഞ്ഞ കേട്ടറിഞ്ഞ വി എസ്, അവർ കണ്ടറിഞ്ഞ വി എസ്. ശരി ആൽവിൻ, എന്തായാലും വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഹരിപ്പാട് വി എസ് അച്യുതാനന്ദനെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു.